बरसे बादरिया सावन की, बरसे बादरिया सावन की, सावन की मन बावन की, सावन की मन बावन की, बरसे बादरिया सावन की, बरसे बादरिया सावन के, सावन बरसे बादरिया सावन की। नन्ही नन्ही बूंदन मेघ बरसे, नन्ही नन्ही യേശുവിനെ ഒരു വഴിക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇവര് എടുക്കുന്ന മറ്റന്നാൾ ഇവർ പറയുന്ന സമ്മതം ഒത്തിരി വർഷമായി പറഞ്ഞിട്ട് അതും തീർച്ചയായിട്ടും നാളെ പറയുന്ന സമ്മതം ജീവിതാവസാനം വരെ നിലനിൽക്കുവാനായിട്ട് ഇടയാകരുത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വാല്യൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അത് തീർച്ചയായിട്ടും ഇവർ ഈ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ സമ്മതമാണ്, ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതമാണ് എന്ന് പറയുമ്പോൾ ജീവിതാവസാനം വരെ നിലനിൽക്കുവാനായിട്ട് ഇടയാകുന്നു എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കുടുംബങ്ങൾ ഒന്നായിത്തീരുന്ന നിമിഷങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽപ്പെട്ടവരെ രണ്ടുപേരും തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയാൽ കൂടി ഇങ്ങോട്ട് പോരാനായിട്ട് സൗകര്യമുണ്ട്. അവർ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ കുടുംബത്തിലും അങ്ങ് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ഈ കുടുംബങ്ങളിൽ വളരുവാനായിട്ടും ഉത്തമ വ്യക്തിത്വവും സൽസ്വഭാവവും രൂപീകരിക്കുവാനും അനുവദിച്ചുവല്ലോ. അനാദി മുതലുള്ള അങ്ങേ പദ്ധതി അനുസരിച്ച് ആദത്തിന് ചേർന്ന ഇണയും തുണയുമായി ഹവ്വായെ നൽകിയതുപോലെ ജീവിത പൂർണ്ണതയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരുന്നതിനായി പെറ്റീഷനെയും റിച്ചുവിനെയും അങ്ങ് യോജിപ്പിക്കുകയാണല്ലോ. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെയും സമ്പൂർണ്ണ സ്വീകരണത്തിലൂടെയും കുടുംബജീവിതത്തിന്റെ മാധുര്യം നുകരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹ ജീവിതം വിജയകരമാക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ അങ്ങ് സംപ്രീതനാകണമേ. നിത്യപിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ലേഖനം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യം 25 മുതലുള്ള വാക്യങ്ങൾ.
ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ദാമ്പത്യം മധുരമുള്ളതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥ, അങ്ങേ ദമ്പതിമാരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ പരപ്രസാദം ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയ്ക്കണമേ. വിവാഹം വഴി പരസ്പര ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരുടെ കുടുംബങ്ങളെ മാനുഷിക ബന്ധത്തിൻ്റെയും ദൈവിക ഭക്തതയുടെയും മാധുര്യം നുകരുവാൻ ജീവിതം സമ്പൂർണ്ണമാകട്ടെ. ദൈവാശ്രയബോധവും ത്യാഗമനോഭാവവും വഴി സഹനങ്ങൾ സന്തോഷകരമാക്കുവാനും കയ്പുകൾ മധുരമുള്ളതാക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് നൽകണമേ. അങ്ങേ സാന്നിധ്യത്തിന്റെ മാധുരം ഇവരുടെ വൈവാഹിക ബന്ധം സ്വർഗീയതരമാക്കട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ സ്നേഹമാധുര്യം ഈ കുടുംബത്തില് എപ്പോഴും നിലനിൽക്കുവാനായിട്ടും ഇടയാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗണിപ്പോനിൻ പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗണിപ്പോനിൻ പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ. കൈയോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയുള്ള മാതാവേ, സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടി അണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായിട്ട് തിരുകുടുംബത്തിന് നാഥനായ കുടുംബങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൂസഫിലാവിന്റെ മാധ്യസ്ഥം വഴിയായിട്ട് സകല വിശുദ്ധരുടെയും സകല മാതാക്കന്മാരുടെയും മാധ്യസ്ഥം വഴിയായിട്ട് പ്രത്യേകിച്ച് പ്രതീഷിന്റെയും റിച്ചുവിന്റെയും പിന്നെ കാനപ്പുതരായ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴിയായിട്ട് കാവൽ മാലാക്കന്മാരുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും വരെ ഉണ്ടായിരിക്കട്ടെ. ഇവര് രണ്ടുപേരും പ്രതീഷും റിച്ചുവും മറ്റന്നാള് നമ്മുടെ സമ്മതം നടത്തുമ്പോൾ ഇവരുടെ ജീവിതം ഐശ്വര്യകരമായി തീർക്കുവാനായിട്ടും ഐശ്വര്യപൂർണ്ണമായ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടും ഇവരെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ ഞങ്ങൾ കഴിക്കുവാൻ പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മൾ രുചികരമായിട്ട് ഭക്ഷിക്കുവാനായിട്ടും സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനായിട്ടും ഇടയാക്കണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുവിശേഷം. നമുക്ക് നമ്മുടെ അടുത്ത ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരും നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് മണവാട്ടിയെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ഞങ്ങളെ കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം, നീ തന്നെ നൽകണം. ഞങ്ങളെ കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. മനുഷ്യനേടനായിരിക്കുന്നതല്ല, അവനെ ചേരുന്നതിനെ ഞാൻ നൽകും. ഇത്രയും മനോഹരമായ ഈ സായാഹ്നം നമുക്കായി ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് ഒരു നിമിഷം നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ മെയിൻ ചടങ്ങ് മധുരമെപ്പാണ്. സോ അത് ചെയ്യാനായിട്ട് റിച്ചയുടെ തലത്തൊട്ടപ്പനെയും തലത്തൊട്ടമ്മയെയും നമുക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് ലൂസി ആന്റി ആൻഡ് പോൾ അങ്കിൾ ഓൺ ടു ദി സ്റ്റേജ്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. അത് സൂത്രമാണ്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. हिलाते चलती टुक टुक तू करती मेकअप तू करती अंग्रेजी पढ़ती गिट पिट तू करती जिम्मे कोई साडी विक्टोरिया तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा तू कंटी बिग बैन दी पूरा. ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ ഫിറ്റിസ് സാറിനെയും ഫാമിലിയെയും മധുരം കൊടുക്കാനായിട്ട് ക്ഷണിക്കാം. लट्टे दी चादर उत्ते हनीमून कर माहिया. आप सामने तेरा की साइज है 10 माहिया. मन
ഇവർക്ക് നമുക്കൊരു ടാസ്ക് കൊടുക്കാം അല്ലേ? ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവരിവിടെ ഒരുമിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവർക്കൊരു ചെറിയ പണി, മലപ്പുറത്ത് റൗണ്ട്, ന്യൂജൻ മലപ്പുറത്തും റൗണ്ട്. സോ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അപ്പുറത്തപ്പുറത്തായിട്ട് ഇരിക്കുക, ഇരുന്നോളൂ. ഒരു ചെരുപ്പ് ഒരു കൈ പിടിക്കുക രണ്ടുപേരുടെ. നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കും. സോ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പറയാം. ഇപ്പോ അവർക്ക് പോയിന്റ്സ് ഉണ്ടാവും. ദെൻ അവരെ മലപ്പുറത്തും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫെറ്റിഷാണ് അതിനുത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഫെറ്റിഷിന് പോയിന്റ്, ദെൻ റിച്ച്. അങ്ങനെ അപ്പൊ നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ക്ലീശ കേട്ടോ, പൈങ്കിളി അതന്നെ. ആരാണ് നിങ്ങളിൽ ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്? പറഞ്ഞാല് ആ ചെരുപ്പ് വെക്ക. ഫെറ്റിഷാണ് ആദ്യം പറഞ്ഞെങ്കിൽ അത്, അല്ലെങ്കിൽ പൊക്കിക്കോ. നോക്കില്ലേ, ഫസ്റ്റിന് ബ്ലഫ് അവിടെ പൊക്കിക്കോ. അപ്പോ റിച്ച് അല്ല, ഫെറ്റിഷ് തന്നെയാണ്. അപ്പൊ അതില് ഫെറ്റിഷിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ ഇവരിത് ലൈവായിട്ടൊന്നും ഇവിടെ പറയണമെന്ന്? കമോൺ, ഫെറ്റിഷ് ഐ ലവ് യു എന്ന് പറഞ്ഞോ. എഴുന്നേറ്റ് നിന്ന് റൊമാൻറ്റിക് ആയിട്ട് ഒരു ഐ ലവ് യു പറയൂ. ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ നമുക്ക് ഇവിടെ കേൾക്കാം. I love you. ഇതിൽ ഏറ്റവും കൂടുതൽ വാശിയുള്ളത് ആർക്കാണ്? റിച്ചിക്ക് നമ്മൾ സ്വയം സമ്മതിച്ചു. പൊങ്ങട്ടെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ആർക്കാണിതില് നിങ്ങളുടെ മൊബൈൽ നമ്പർ, റിച്ചയുടെ നമ്പർ ഫെറ്റിഷിനും ഫെറ്റിഷിന്റെ നമ്പർ റിച്ചയ്ക്കും അറിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയില്ല. അപ്പൊ മനസ്സമ്മതം പഠിക്കണം അല്ലേ? നമ്മുടെ പെൺകുട്ടി മോശമില്ലാട്ടോ. ഓഡിയൻസിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പറയേണ്ടതാണ്. നമുക്കറിയില്ല. അനിയത്തിക്ക് അറിയണോ പറയണേ? തെറ്റിന് പണിഷ്മെന്റ് ഉണ്ട്. പറഞ്ഞോളൂ. 9496913268. അതില് നമ്മുടെ കൊച്ചു ഗോളടിച്ചു. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ്, 4 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കഴിഞ്ഞത്. അതില് മലപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫെറ്റിഷാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്, എപ്പോഴും ഫോണിൽ ഇരിക്കുന്നത് അതാരാണ്? ഫെറ്റിഷാണോ? ഈശ്വര, ഞങ്ങളുടെ കൊച്ചു പെട്ടല്ലോ. അപ്പോ ഇനി അടുത്തത് ഫിറ്റ്നസ് ഫ്രീക്ക്. രണ്ടുപേരും ഫിറ്റ്നസ് ഫ്രീക്ക് അല്ലേ? അല്ലാതാ നിങ്ങൾ കേൾക്കണ്ട. ആരെങ്കിലും ഒരാൾക്ക് പൊക്കണമെങ്കിൽ പൊക്കാട്ടോ, പോയിന്റ് കിട്ടും. അവർക്ക് താല്പര്യമില്ലാന്ന് എന്താ ചെയ്യേ കുട്ടികളെ കൊണ്ട്. ഇനി ആരാണ് ഫസ്റ്റ് ലവില് വീണത്? പറഞ്ഞതല്ല, വീണത്. പറയാൻ പറ്റില്ലല്ലോ, പറയാതിരിക്കാലോ. തോന്നിയിട്ടും പറയാതിരിക്കാലോ. അപ്പൊ അതും ഫെറ്റിഷ് തന്നെയാണ്. ഫെറ്റിഷാണ് എല്ലാ പോയിന്റും കൊണ്ടുപോയിരിക്കുന്നത്. dum dum dum
rock her body. But let me help you say yeah, my only baby, and everybody do say oh my. Chile hai humna nahiya, baby kanhaiya, and everybody do say oh my. Bola bola khotan ka chor, humna to love you more. Hua hai aise bagla jo kehta jaye. बोला था तेरी चुन्नी बोला था तेरा चलना बोला था तेरी नटखट नजरिया बोला था तेरा झुमका बोला था तेरा झुमका हो पीछे पीछे सारी नगरिया तन शुद्ध के देख के मन देख के बैठ के तेरे दिल के कह के खुद को मेरे दिल की बात जाने कायनात तेरे दिल की खबर बस मुझको आना तेरे प्यार की പുഞ്ചിരിച്ച് പുത്തനോടി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും ഇരുത്തി പെണ്ണവളെ മന്ദമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാവരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മക്കൾ ഇല്ലില്ല കഴിഞ്ഞില്ല ചെറുമണി
ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ